ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ. ഭാഗവത സംഗ്രഹമായ ശ്രീമന്നാരായണീയ പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം. ശ്രീമന്നാരായണീയത്തിൽ 24-ാം ദശകത്തിൽ പ്രഹ്ലാദ ചരിതം പാരായണം വരികൾ സഹിതം തുടരുന്നു. ശ്ലോകം 4. തതോ അസ്യ പ്രഹ്ലാദ സമജിനി സുതോ ഗർഭവസദൗ മുനേർവീണാപാണേർ അധിഗത ഭവൽ ഭക്തി മഹിമാം സ വൈ ജാത്യാ ദൈത്യ ശിശുരഭിസമേത്യത്വയിരതിം ഗതസ്ത്വാഭക്താനാം വരദ പരമോദാഹരണതാം. തതോ അസ്യ പ്രഹ്ലാദ സമജനി സുതോ ഗർഭവസദൗ മുനേർവീണാപാണേർ അധിഗത ഭവൽ ഭക്തി മഹിമാം സ വൈ ജാത്യാ ദൈത്യ ശിശുർ അഭിസമേത്യത്വയിരതിം ഗതസ്ത്വാഭക്താനാം വരദ പരമോദാഹരണതാം. അല്ലയോ അഭിഷ്ടദാതാവായ ഗുരുവായൂരപ്പ, കുറേ കാലത്തിന് ശേഷം ഗർഭത്തിൽ വസിക്കുമ്പോൾ തന്നെ നാരദനിൽ നിന്ന് ഉത്തമ ഭക്തിയുടെ മഹാത്മ്യമറിഞ്ഞ പ്രഹ്ലാദൻ എന്ന പുത്രൻ ജനിച്ചു. അവൻ ജന്മനാ അസുരനായിരുന്നിട്ടും ബാലനായിരുന്നിട്ടും കൂടി അവിടെത്തിയ ഭക്തി നേടി അങ്ങയുടെ ഭക്തന്മാർക്ക് ഉത്തമ ദൃഷ്ടാന്തമായി തീർന്നു. ഹിരണ്യകശിപു ദ്രോണാദ്രിയിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കെ ആ അസുരാധിപൻ്റെ അസാന്നിധ്യത്തിൽ ദേവാസുര യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ ദേവന്മാർ ജയിച്ചു. അപ്പോൾ ഗർഭിണിയായ അസുരപത്നിയായ കയാതുവിനെ ദേവകൾ പിടിച്ചുകൊണ്ടുപോയി. വഴിയിൽ വച്ച് നാരദമുനി കയാതുവിനെ രക്ഷിച്ച് ആശ്രമത്തിലെത്തിച്ചു. അതിനുശേഷം ഗർഭസ്ഥ ശിശുവിനെ ഉപദേശിച്ച് നാരദൻ കയാതുവിന് ജ്ഞാനഭക്തി മാർഗങ്ങൾ ഉപദേശിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് പ്രഹ്ലാദന് ഉത്തമമായ ഭക്തിയുണ്ടായത്. ഗർഭസ്ഥനായിരിക്കെ തന്നെ ഭക്തി മഹാത്മ്യം ഗ്രഹിക്കാൻ കഴിയുകയും ചെയ്തു. ശ്ലോകം 5. സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുദേ സദൃഷ്ടാ ദുഷ്ടാത്മാ ഗുരുഭേർ അശേഷിച്ചിരം മമും ഗുരുപ്രോക്തം ചാസൗ ഇതി ഇദം അഭദ്രായ ദൃഢമിതി അപാകുർവൻ സർവം തവ ചരണഭക്തൈവ വവൃദ്ധി. സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുദേ സദൃഷ്ട്വാ ദുഷ്ടാത്മാ ഗുരുഭേർ അശേഷിച്ചിരം മമും ഗുരുപ്രോക്തം ചാസൗ ഇതി ഇദം അഭദ്രായ ദൃഢമിതി അപാകുർവൻ സർവം തവ ചരണ ഭക്തൈവ വവൃദ്ധി. ദുഷ്ടാത്മാവായ ഹിരണ്യകശിപു അസുരന്മാർക്ക് അപഹാസ്യമായ അങ്ങയുടെ ദാസഭാവം തൻ്റെ പുത്രനായ പ്രഹ്ലാദനിൽ കണ്ട് അത് നന്നല്ലെന്ന് ഗുരുക്കന്മാരെ കൊണ്ട് പഠിപ്പിച്ചു. എന്നാൽ പ്രഹ്ലാദനാകട്ടെ തന്നിൽ
രൂഢമൂലമായിരിക്കുന്ന ഭഗവത് ഭക്തി നിമിത്തം ഗുരുക്കന്മാർ ഉപദേശിച്ചു കൊടുത്ത ത്രിവർഗഭാവാദികൾ നല്ലതിനല്ലെന്ന് മനസ്സിലാക്കി ഗുരു ഉപദേശം ഉൾക്കൊണ്ടില്ലെന്നു തന്നെയല്ല, അത് തള്ളിക്കളഞ്ഞ് അങ്ങയുടെ തൃപ്പാദ ഭക്തിയിൽ തന്നെ വളർന്നു. ശ്ലോകം 6. അധീതേഷു ശ്രേഷ്ഠം കിമതി പരിപുഷ്ടേയതനയേ ഭവൽഭക്തിം വര്യാം അഭിഗതദേ പര്യാകുലധൃതിഃ ഗുരുഭ്യോ രോഷിത്വാ സഹജമദർ അസ്യേതി വിവിധൻ വധോപായാന്നസ്മിൻ വിദനുദ ഭവൽപാദശരണേ അധീതേഷു ശ്രേഷ്ഠം കിമിതി പരിപുഷ്ടേയതനയേ ഭവൽഭക്തിം വര്യാം അഭിഗതദേ പര്യാകുലധൃതിഃ ഗുരുഭ്യോ രോഷിത്വാ സഹജമദർ അസ്യേത്യഭിവിദൻ വധോപായാനസ്മിൻ വിദനുദ ഭവൽപാദശരണേ. ഒരിക്കൽ ഹിരണ്യകശിപു തൻ്റെ മകനെ വിളിച്ച് മടിയിലിരുത്തി ലാളിച്ചുകൊണ്ട് ചോദിച്ചു, ഇതുവരെ പഠിച്ചവയിൽ ഉത്തമം എന്താണ്? ഇത് കേട്ട പ്രഹ്ലാദൻ പറഞ്ഞു, ഭഗവത് ഭക്തിയാണ് ശ്രേഷ്ഠം. ഭഗവത് ഭക്തിയാണ് ശ്രേഷ്ഠം. മകൻ്റെ നിസ്സങ്കോചമായ ഉത്തരം കേട്ട് ഹിരണ്യകശിപു ക്രോധാവേശനായി. എന്തെന്നാൽ അസുരന്മാർ ആസുരി ഭാവത്തിനുടമകളാണ്. ഇവൻ അതിന് വിപരീതമായി വിഷ്ണുഭക്തിയെ ആശ്രയിക്കുന്നു. അസുരന്മാർ ദേവശത്രുക്കളാണ്. അപ്പോൾ ശത്രുക്കളുടെ ദേവനായ വിഷ്ണുവിനെ അവർക്ക് ഭജിക്കാനാവില്ല. ഈ തത്വം മകൻ അറിയില്ല എന്ന് വിചാരിച്ച് ഗുരുക്കന്മാരോട് കോപിച്ചു പറഞ്ഞു, ഇവന് അസുരകുലത്തിന് ഉചിതമായ പാഠം പറഞ്ഞു കൊടുക്കണം. പക്ഷേ ഗുരു എത്ര ശ്രമിച്ചിട്ടും അവൻ്റെ മനോഭാവത്തെ മാറ്റാനായില്ല. ഇത് അവൻ്റെ സ്വതവേയുള്ള ബുദ്ധിയാണെന്ന് മനസ്സിലായപ്പോൾ അവനെ വധിക്കാനുള്ള വൃഥാശ്രമം നടത്തി നോക്കി. ഭക്തനായ പ്രഹ്ലാദൻ ഭഗവത് രക്ഷയിലാണെന്നും അവനെ കൊല്ലാൻ സാധ്യമല്ലെന്നും ആ മൂഢബുദ്ധിക്ക് തോന്നിയില്ല. ഭഗവത് രക്ഷയിൽ കഴിയുന്നവൻ്റെ രക്ഷാഭാരം ഭഗവാൻ നിർവഹിച്ചു കൊള്ളുമെന്നും ഹിരണ്യകശിപു അറിഞ്ഞില്ല. അതാണ് വൃഥാശ്രമം നടത്തിയത്. നമസ്തേ. ശ്ലോകം 7, 8, 9, 10 തുടരും നാളെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.